അത് തികച്ചും ശരിയല്ല. ഈ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ ശേഷം ഞങ്ങൾക്ക് രഹസ്യമായും ഒരുപാട് പേർ പരസ്യമായും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അവർക്കാർക്കും ഇന്നവരൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ രഹസ്യമായി തന്നെയാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് സിറ്റിയിൽ പൊതുസമൂഹം അത് നല്ല പിന്തുണയാണ് തന്നിട്ടുള്ളത്. ഈ കാര്യത്തിൽ തികച്ചും അതല്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിൽ പൊതുസമൂഹത്തിൽ പറയേണ്ട എന്നതുകൊണ്ട് ഞങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ആ സൂചനകൾ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ലഹരി മാഫിയയെ പറ്റി പോലീസിന് വിവരം തന്നിട്ടാണ് ഇത് സംഭവിച്ചതെന്നത് തികച്ചും ശരിയല്ലാത്തൊരു കാര്യമാണ്. ഈ പറയുന്ന പാളയം മാർക്കറ്റുമായി ചേർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു സാർ. ഇയാൾ അനുഗമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ വന്നിട്ട് ഏതാണ്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. എല്ലാ ദിവസവും റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറയുന്ന പോലെ ഞങ്ങൾ പല രൂപത്തിലും അവിടെ പരിശോധന നടത്തുന്നുണ്ട്. രാത്രിയും പകലും. അത് ചിലപ്പോൾ ഞാൻ നേരിട്ട് പങ്കെടുക്കാറുണ്ട്. എൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർമാർ, മറ്റ് ഇൻസ്പെക്ടേഴ്സ്, അല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ എല്ലാ ദിവസങ്ങളും പല സമയങ്ങളായിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ പല പ്രാവശ്യം ഇൻ പേഴ്സണായിട്ടും അല്ലാതെയും രഹസ്യമായിട്ടും അല്ലാതെയും ഞങ്ങൾ പരിശോധന നടത്തിയുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക സംഭവത്തിൻ്റെ പേരിലൊന്നും ഈ ഒരു സംഭവം നടന്നായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നതല്ല. ഈ അതിക്രൂരമായിട്ടാണ് ഇയാളെ കൊലപ്പെടുത്തിയത്, 45 മുറിവുകളുണ്ട് എന്നൊക്കെ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫൈൻഡിങ്സ്, ഈ ആയുധം കണ്ടെത്തുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോട്ട് കടന്നിട്ടുണ്ടോ? ചില ഫൈൻഡിങ്സ് ഉണ്ട്. അത് ഈ സ്റ്റേജിൽ പറയുന്നത് അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് ഇപ്പം അത് അക്കാര്യത്തെ പറ്റി പറയുന്നില്ല. സൂചനകളുണ്ട്. ഈ പറയുന്ന ഒരു കണ്ടവർക്ക് തന്നെ അറിയാം ആ റൂമിൻ്റെ അവസ്ഥ എന്താണെന്നും അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ചെറിയ ചെറിയ സൂചനകളുണ്ട്. ആ സൂചനകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അന്വേഷണാവസ്ഥയിലായതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ നിർവാഹമില്ല. അത്തരം കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് ഈ സന്ദർഭത്തിൽ അന്വേഷണത്തിൻ്റെ ഏറ്റവും ആരംഭഘട്ടത്തിൽ അങ്ങനെ അഭിപ്രായം പറയുന്നത് അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് പറയുന്നില്ല. CCTVകൾ ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൻ്റെ പല ഭാഗത്തും ഞങ്ങൾക്ക് അതിൻ്റേതായ ടെക്നിക്കൽ അനലൈസിങ് പൂർണ്ണമായി നടത്തിയിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് വരുന്നുണ്ട്. അന്വേഷണം ഒരു ശരിയായ രീതിയിൽ പോകുന്നുണ്ട്. കൂടാതെ ഒരു SIT കൂടെ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഇന്നതിൻ്റെ ഓർഡർ ഞാൻ ഇറക്കുന്നുണ്ട്. അത് ടൗൺ ACPയുടെ അണ്ടറിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതിനുവേണ്ടി മാത്രമായിട്ട് ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട്.